കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 4ാം പതിപ്പിന് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തു. വായനയിലൂടെ മലയാളി ആർജിച്ച അപരസ്നേഹമാണ് അതിദാരിദ്ര്യത്തിൽ നിന്നും മുക്തി നേടാൻ കേരളത്തെ സഹായിച്ച ഘടകമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭാ പുരസ്കാരം മുഖ്യമന്ത്രിയിൽ നിന്ന് NS മാധവൻ ഏറ്റുവാങ്ങി. ബുക്കർ സമ്മാന ജേതാവ് ബാനു മുഷ്താഖ്, കോമൺവെൽത്ത് പാർലമെന്റ് അസോസിയേഷൻ ചെയർപേഴ്സൺ ഡോക്ടർ ക്രിസ്റ്റഫർ K. കലീല തുടങ്ങിയവരും ഉദ്ഘാടന പരിപാടിയിൽ അതിഥികളായി. ഒരാഴ്ചക്കാലം കേരള നിയമസഭ ഒരു ഗ്രന്ഥശാലയായി മാറുകയാണ്. പുസ്തക വായനയ്ക്കപ്പുറം വിശാല അക്ഷരലോകം തുറന്നിടുന്ന വേദി. സാഹിത്യം സമൂഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കേണ്ട ഒന്നല്ലെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയതുപോലെ നിയമനിർമ്മാണ സഭ ഇന്നു മുതൽ ജനങ്ങളിൽ നിന്ന് വിദൂരമല്ല. അടുത്തറിയാം, അടുക്കലേക്ക് പോകാം. നിബന്ധനകളില്ല, നിരോധനമില്ല. വെനിസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ, രണ്ടുപേരെയും അവരുടെ രാജ്യത്ത് കടന്നു കയറി മറ്റൊരു രാജ്യത്തിൻ്റെ സായുധ സംഘം തട്ടിക്കൊണ്ടുപോകുന്നു. ആധുനിക ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ധിക്കാരവും ധാർഷ്ട്യവുമാണ് അമേരിക്കൻ സാമ്രാജ്യത്വം ലോകത്തെയാകെ വെല്ലുവിളിക്കും വിധത്തിൽ പ്രകടിപ്പിച്ചത്. വെനസ്വേലയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന പുസ്തകോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിൽ അമേരിക്കൻ നടപടിയെ വിമർശിക്കാൻ മറന്നില്ല മുഖ്യമന്ത്രി. ചടങ്ങിൽ നിയമസഭാ പുരസ്കാരം NS മാധവന് മുഖ്യമന്ത്രി സമ്മാനിച്ചു. ഇന്ത്യയിലെ മികച്ച പുസ്തകോത്സവമായി KLIBF മാറിയതായി നിയമസഭാ സ്പീക്കർ AN ഷംസീർ. ലോകത്തെ പല ഫെസ്റ്റിവലോടും കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഫെസ്റ്റിവലായി KLIBFനെ മാറ്റും എന്നായിരുന്നു ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫെസ്റ്റിവലായി ഇത് മാറാൻ ചുരുങ്ങിയ കാലം കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചു എന്ന അഭിമാനകരമായ കാര്യം ഞങ്ങൾ ഈ ഘട്ടത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടേണ്ടി വരുന്ന കെട്ടകാലത്ത് വായനയിലൂടെയാണ് പ്രതിരോധം തീർക്കേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വായനക്കാരുടെ ഭാവനയിൽ എഴുത്തുകാരൻ പോലും സങ്കല്പിക്കാത്ത ഭാവനകളിലൂടെ വായനക്കാരെ കടന്നുപോകും. വായനയുടെ ഒരു പ്രത്യേക ലോകം ഉണ്ടാക്കുന്ന അനുഭൂതിയും സന്തോഷവും ആശ്വാസവും ആശങ്കകളും ഉത്കണ്ഠകളും എല്ലാം വലുതാണ്. 2025 ബുക്കർ സമ്മാന ജേതാവ് ബാനു മുഷ്താഖ്, കോമൺവെൽത്ത് പാർലമെന്റ് അസോസിയേഷൻ ചെയർപേഴ്സൺ ഡോക്ടർ ക്രിസ്റ്റഫർ K. കലീല MP, മന്ത്രിമാരായ K. രാജൻ, V. ശിവൻകുട്ടി, രാമചന്ദ്രൻ കടന്നപ്പള്ളി, സാഹിത്യകാരൻ T. പത്മനാഭൻ, ചീഫ് വിപ്പ് N. ജയരാജ്, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, നിയമസഭാ സെക്രട്ടറി ഡോക്ടർ N. കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.